കേരള സംസ്ഥാനത്തെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന് വേണമെങ്കിൽ ഈ ബജറ്റിനെ പറ്റി പറയാം. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഏതാനും മാസങ്ങൾക്കകം. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും അപ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ടുള്ള ബജറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഈ ബജറ്റിന്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ ഈ ബജറ്റിനെ കുറിച്ചുണ്ടായിരുന്നു. ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഈ ക്ഷേമ പെൻഷനുകളുടെ വർധന ഒരു വലിയ കാര്യമായിട്ട് മുന്നോട്ട് വയ്ക്കപ്പെട്ടിരുന്നു. പക്ഷേ അതേക്കുറിച്ചൊന്നും പെൻഷൻ വർധനയെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. അതേസമയം കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ആ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഏത് വിധത്തിലായിരിക്കും ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഉണ്ടാവുക എന്നുള്ള ആശങ്കയും കൗതുകവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ബജറ്റിനെ നമ്മൾ സമീപിക്കുന്നത്. നമുക്കപ്പോൾ ഉള്ളത് ഡോക്ടർ എം മുനീർ ബാബു. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലെ അധ്യാപകനാണ്. സാമ്പത്തിക പത്രപ്രവർത്തകൻ കൂടിയായ കെ ജെ ജേക്കബ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഡോക്ടർ മുനീർ ബാബുവിലേക്ക്. മുനീർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് വലിയ തോതിലുള്ള ആശങ്ക നിലനിന്നിരുന്നു. കേന്ദ്രം വലിയ തോതിൽ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിന്നിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തിട്ടുള്ള ഒരു ബജറ്റായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു, അല്ലെങ്കിൽ ഈ ധനപ്രതിസന്ധിയെ ഭയന്നിട്ടുള്ള ഒരു ബജറ്റായിട്ട് കാണുന്നു? നമ്മൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ ആ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. കേരളത്തിന്റെ ഇപ്പോഴത്തെ ധനസ്ഥിതി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരള ഈസ് ഇൻ എ ക്രൈസിസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല. ഇപ്പോൾ റവന്യൂ ഗ്രോത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 15.8% ഗ്രോത്ത് ഫ്രം 2021 to 2024 if you take that. Even in non-tax revenue, I was talking about revenue tax, revenue growth rate, tax revenue growth rate, but non-tax revenue എടുക്കുകയാണെങ്കിൽ, നികുതിയിതര വരുമാനം എടുക്കുകയാണെങ്കിൽ 17.4%. അപ്പോൾ ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മൾക്ക് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ നിന്നും ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് അവാർഡിൽ. 10th ഫിനാൻസ് കമ്മീഷൻ ടു 12th ഫിനാൻസ് കമ്മീഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ GSDPയുടെ 3.88% നിന്ന് അത് 1.92%ലേക്ക് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ അവാർഡ്. അത് നമ്മുടെ ഒരു കേരളത്തിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട്, ഒന്ന് ഏജിങ് പോപ്പുലേഷൻ ആണെങ്കിലും ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, അതിലൊക്കെ കേരളം പലപ്പോഴും ഒരു സാമൂഹികമായിട്ടുള്ള വളരെയധികം മുന്നേറ്റം നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ അതിനെ പീനലൈസ് ചെയ്യുന്ന, ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്ന രൂപത്തിലുള്ള നമ്മുടെ മാനദണ്ഡങ്ങളിലുള്ള പ്രശ്നം കൊണ്ടാണ് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അതിനില്ല ഫിനാൻസ് കമ്മീഷന്റെ, ധനകാര്യ കമ്മീഷന്റെ അവാർഡുമായിട്ട് സംബന്ധിച്ച്. പക്ഷെ അതേ സ്ഥിതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതും നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഒരു വളരെയധികം ആയിട്ടുള്ള ട്രാജിക് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ്, വയനാട് ലാൻഡ് സ്ലൈഡിന് പോലും ഒരു ബജറ്ററി അലോക്കേഷൻ വേണമെന്ന് നിബന്ധനയില്ല എങ്കിൽ പോലും അത് അതിന്റെ ഒരു സെന്റിമെന്റ്, വി ആർ വിത്ത് കേരള പീപ്പിൾ എന്നുള്ള ഒരു ഇത് കൂടി കാണിക്കാനുള്ള ഒരു വേദി കൂടിയാണ്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റില് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ പിണറായി ഗവൺമെന്റിന്റെ കാലവും രണ്ടാമത്തെ കാലവും നോക്കിയാൽ ഓൺ ആൻ ആവറേജ് നമ്മൾ ഇയർലി സ്പെൻഡിങ് 1.17 lakh crore ആയിരുന്നു 2016 to 2021. പക്ഷെ 2021 to ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അത് 1.60 crore, 1,60,60,000 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. പക്ഷെ അതേ സ്ഥിതിയിൽ നമ്മൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ടതും അതുപോലെ തന്നെ FRBM ആക്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്ററി മാനേജ്മെന്റ് ആക്ട് 2003യുടെ ഭാഗമായിട്ട് നമ്മളുടെ കടമെടുക്കാനുള്ള പരിധികളും അത് നമ്മളെ ഒരു വലിയൊരു അളവ് വരെ പിന്നോട്ടടിക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്തിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയാം നമുക്ക് ഈ ഒരു ഇതിൽ. അതേ സ്ഥിതിയിൽ തന്നെ നമ്മളിപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എടുക്കുകയാണെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് 2.25% എന്നുണ്ടായിരുന്നു 2021-22 കാലങ്ങളിൽ. അത് 1.58% കുറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം പ്രശംസനീയമായിട്ടുള്ള ഒരു ഇതാണ്. ഡെസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ലിമിറ്റേഷൻസ്, അത് നമ്മൾ പരിഗണിക്കണം. അതായത് നമുക്ക് ഒരുപാട് പരിമിതികൾ
ഉള്ള ഒരു ഇതിലാണ്. അതേപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് എടുക്കുകയാണെങ്കിലും ഈ പബ്ലിക് ഡെപ്റ്റ് ടു GDP റേഷ്യോ 35.92% ഉണ്ടായിരുന്നത് 2021-22 കാലത്ത് 34.2% GSDP-യുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തം വരുമാനത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2023-24 കാലങ്ങളിൽ അപ്പോൾ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു ഇത് തന്നെയാണ്, നേട്ടം തന്നെയാണ്. സ്റ്റേറ്റ് ഓൺ റവന്യൂ ഞാൻ ചെറിയൊരു കണക്ക് പറഞ്ഞിട്ട് നിർത്താം. സ്റ്റേറ്റ് ഓൺ റവന്യൂ 2021-22 കാലങ്ങളിൽ 47,660 കോടി ആയിരുന്നത് ഇപ്പോൾ 2024-25 കാലത്തിൽ 81,000 കോടി, അതായത് 70% വളർച്ച 4 വർഷം കൊണ്ട് ഏകദേശം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നോൺ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ ടുഗദർ നമ്മൾ കൂട്ടുകയാണെങ്കിൽ അത് 54,988 കോടി ആയിരുന്നത് 1,03,240 കോടിയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാൻഡോ അല്ലെങ്കിൽ ടാക്സ് ഡെവല്യൂഷനോ കൂട്ടാതെയുള്ള കണക്കാണ് പറഞ്ഞത്. അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന ഒരു ഇത്. അപ്പൊ ലാസ്റ്റ് 3 years ഇറ്റ് വാസ് 41,772 crore. പക്ഷെ ലാസ്റ്റ് ഗവൺമെന്റിന്റെ കാലം 5 വർഷത്തെ എടുക്കുകയാണെങ്കിൽ 47,650 കോടിയായിരുന്നു. ഇത് തന്നെ ഈ 2011-16 കാലം എടുക്കുകയാണെങ്കിൽ 24,505 കോടി മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ട്രെൻഡ് നമുക്ക് ഇപ്പോൾ കിട്ടും ഇതുകൊണ്ട്. അപ്പൊ ഇത്രയും പരിമിതികൾ ഉണ്ടായിട്ട് പോലും വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമുക്ക് ആൾട്ടർനേറ്റീവ് ബജറ്റ് എല്ലാവർക്കും പറയാം, കുറെ പ്രൊപ്പോസൽസ് പറയാം, പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു യഥാർത്ഥ വർഷം. റൈറ്റ് ജേക്കബ്, ഇപ്പൊ ഡോക്ടർ മുനീർ ബാബു പറഞ്ഞത് ഇതിന്റെ ഒരു എന്താ ലാർജർ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ നമുക്ക് അതിനെ അങ്ങനെ വിലയിരുത്താം. കാരണം വെച്ചാൽ ഇത്രയും ക്രൈസിസിന്റെ ഇടയിൽ ഈ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ, ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, നോൺ ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, നമ്മളുടെ മൊത്തം ഫിനാൻഷ്യൽ ഇയറിലെ സ്പെൻഡിങ് അതിന്റെ വോള്യൂം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ബജറ്റിന് ഒരു ഫോക്കസ് ഉണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കുമോ? ഇപ്പൊ കഴിഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോളജ് എക്കണോമിയെ കുറിച്ച് സംസാരിച്ചു, പുതിയ സാങ്കേതിക വിദ്യാ വികസനത്തെ കുറിച്ച് സംസാരിച്ചു, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യാറുണ്ട് നമ്മുടെ ബജറ്റുകൾ. ഇതിൽ അങ്ങനെ ഒരു ഫോക്കസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും? ഞാൻ ഈ ബഡ്ജറ്റിനെ കാണുന്നത് വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ ഇതിൻ്റെ മന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് വാർത്തകളും ഓടിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കേരളം ഒരു ഷിഫ്റ്റിലേക്ക്, അതായത് നമ്മൾ വലിയ തോതിൽ തൊഴിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഷിഫ്റ്റിലേക്ക് പോകേണ്ടതുണ്ട്. അതേസമയം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ചില വലിയ അടിസ്ഥാനപരമായ സാമൂഹ്യക്ഷേമ പദ്ധതികളുമുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് കൊണ്ടു നടക്കേണ്ടതുണ്ട്. അതേസമയം കേരളം അതിഭീകരമായ കടക്കണിയിലാണ്, കേരളം മുങ്ങിത്താടാൻ വേണ്ടി പോകുന്നു എന്നുള്ള പ്രചരണത്തെ ചെറുക്കുകയും വേണം. ഇത്തരം കാര്യങ്ങളിൽ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ച് കേട്ട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ഈ പദ്ധതികളൊക്കെ തൊഴിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വിഴിഞ്ഞം ഒരു ഗോൾഡ് മൈനായിട്ട് ഗവൺമെൻറ്റും നമ്മുടെ സമൂഹവും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരികയാണ്, കൂടുതൽ വ്യവസായങ്ങൾ ആകർഷിക്കാൻ പറ്റും, അത് കൂടുതൽ തൊഴിലുണ്ടാക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് 2 IT പാർക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യവസായ ഇടനാഴിക്ക് 200 കോടി രൂപ മറ്റോ സർക്കാർ ഇപ്പം എക്സ്ട്രാ, എനിക്ക് തോന്നുന്നു 1,200 കോടി രൂപ മറ്റോ സർക്കാർ ഓൾറെഡി ചിലവാക്കിയിട്ടുണ്ട്. ഇനിയാണ് അതിൻ്റെ ഒരു ഫ്രൂഷൻ സ്റ്റേജിലേക്ക് വരിക. അതിനെ റെഡിയാക്കി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരത്തക്ക രീതിയിലേക്കുള്ള ഒരു ശ്രമം സർക്കാർ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം തൊഴിൽ ഉണ്ടാക്കാനുള്ള, വ്യവസായങ്ങൾ വരാനുള്ള ഒരു ഫോക്കസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അത് ഉപയോഗപ്പെടുത്തി കൂടുതൽ തൊഴിലുണ്ടാക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഒരു ലക്ഷണം ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് ഞാൻ കാണുന്നുണ്ട്. അതേസമയം ഇപ്പോൾ പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം, ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് 2,600 രൂപയാക്കും എന്നൊക്കെയായിരുന്നു 5 വർഷം കൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ. അതിപ്പോഴും 1,600 രൂപ തന്നെ നിൽക്കുകയാണ്. അതിലൊരു വർധനവിൻ്റെ ആവശ്യമുണ്ടായിരുന്നു.
അത് കൂട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നത് ധനകാര്യമന്ത്രി പൊതുവെ കൺസർവേറ്റീവ് ഐഡിയ ഉള്ള ഒരാളാണെന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകുക ഈ 1600 എന്നുള്ളത് സസ്റ്റൈനബിൾ ആക്കി കൊടുത്ത് തീർത്തിട്ട് പിന്നെ അടുത്തതിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അതിലൊരു ചെറിയ വർധനവെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം ഇതിൻ്റെ അകത്തൊരു നമ്മുടെ പ്രായമായ ആളുകൾക്ക് കൊടുക്കാനുള്ളത് നിർബന്ധമായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുക, ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ഐഡിയ ആയിരിക്കണം മന്ത്രി അതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് 2.9% എന്നുള്ളത് ഇപ്പം RBM കഴിഞ്ഞ പ്രാവശ്യം കുറവായിരുന്നു. കഴിഞ്ഞ ഘട്ടം 3.5 3.4 മറ്റോ കഴിഞ്ഞ പ്രാവശ്യം അത് ആൾ കൊണ്ടുവന്ന് നിർത്തി. കേന്ദ്ര സർക്കാരിന്റെ വിചിത്രമായിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. കാരണം കേന്ദ്ര സർക്കാരും 2023-24 3% വരേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ 4.4%, 4.5% എന്നിട്ടാണ് അവരുടെയും ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ അവർ ഈ 3% ഇതുവരെ വന്നിട്ട്, പക്ഷേ സംസ്ഥാനങ്ങൾക്ക് അതിലേക്ക് വരാതെ അവർ സമ്മതിക്കത്തില്ല. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിന്റെ ഒക്കെ പുറത്ത് വളരെ കൃത്യമായ നിയന്ത്രണം കേന്ദ്രത്തിനുണ്ട്. കേന്ദ്രത്തിന്റെ കടമെടുപ്പിന്റെ കാര്യത്തിലൊക്കെ നിയന്ത്രണം നോട്ട് ഇല്ലതാണ്. അപ്പം അത്രയധികം കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യവും ആ ലിമിറ്റിന്റെ താഴെ തന്നെയാണ് ശ്രീ ബാലഗോപാൽ കൊണ്ടുപോയി ഫിസിക്കൽ ഡെഫിസിറ്റ് പിടിച്ചു നിർത്തിയത് ഈ പ്രാവശ്യം. അപ്പം ഈ കേരളം ഇപ്പം 2.9% കടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു കടമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ലാത്തതല്ലേ. കാരണം വളരുന്ന എക്കണോമി ഉള്ള ഒരിടത്ത് 2.9% എന്നുള്ളത് ഒരു കണക്കേ അല്ല. അപ്പം പക്ഷെ അതിന്റെ പുറത്തുള്ള ഇമ്പാക്റ്റ് എന്നുള്ളത് കേരളം ഏതോ ഭീകരമായി കടമെടുത്ത് മുടിയാൻ വേണ്ടി പോകുന്നു എന്നുള്ള അസംബന്ധ പ്രചരണം നാട്ടിൽ നടക്കാൻ കുറെ കാലമായി. അപ്പൊ എനിക്ക് തോന്നുന്നു അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി കൂടിയായിരിക്കണം ഇത്. ഈ എന്തെങ്കിലും ഒരു കാരണവും ഇല്ലാതെ ആളുകൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഞ്ഞി വെച്ച് ചവച്ച് തിന്നാൻ പറ്റുന്ന ആളുകളുള്ള നാടാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് അവിടെ പിടിച്ചു നിർത്തിയത്. അപ്പം പക്ഷെ ഇത് ഈ കാര്യങ്ങൾ വലിയ എടുത്തുചാട്ടങ്ങൾ ഇല്ലാതെ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നടത്താനുള്ള ഒരു ശ്രമം ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ സ്റ്റേറ്റ് ബഡ്ജറ്റുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വലിയ വിപ്ലവങ്ങളൊന്നും കൊണ്ടുവരാനുള്ള ഒരു സ്കോപ്പും ഒരു മന്ത്രിക്കും ഇല്ല. അത് ഇതെങ്ങനെ ഞാനൊരു എത്ര വർഷമായിട്ട് ഒരു 10-30 വർഷമായിട്ട് ബഡ്ജറ്റുകൾ നോക്കുന്ന ആൾ, ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും പൊതുവേ ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് സർക്കാരിൻ്റെ ഒരു ഫോക്കസ് ഏരിയ കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ധനകാര്യമന്ത്രി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാകുക 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കേരളത്തിനെതിരെ നടക്കുന്ന വലിയ പ്രചരണത്തെ അഡ്രസ്സ് ചെയ്യുക. കേരളം അങ്ങനെ ഭീകരമായിട്ട് പിന്നെ മുങ്ങി താഴാൻ വേണ്ടി പോകുന്നൊരു നാടല്ല. കടത്തിന്റെ അകത്ത് തന്നെയാണ് നമ്മുടെ കടം ഇപ്പോഴും ഉള്ളത്. ഡോക്ടർ മുനീർ ബാബു ഈ നമ്മുടെ ഒരു മുമ്പോട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചും അല്ലെങ്കിൽ അവൈലബിൾ റിസോഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചും സംസാരിച്ചിരുന്നു. അത് വെച്ചുകൊണ്ട് ഇതിനെ നമ്മൾ പോസിറ്റീവായിട്ട് ബജറ്റ് പ്രപ്പോസലിനെ കാണുന്നു എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ മുമ്പിൽ കുറെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പെൻഷൻ 3 മാസത്തെ കുടിശ്ശിക നമ്മുടെ മുമ്പിലുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കുടിശ്ശികയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കുടിശ്ശികകളുടെ ഒരു കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ക്രൈസിസിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണക്കിലെടുക്കുമ്പോൾ ഈ ബജറ്റ് പ്രപ്പോസലിനെ എങ്ങനെ നമ്മൾ വായിക്കണം? ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് അത് തന്നെ ഫൈനാൻഷ്യൽ റിസോഴ്സസിന്റെ പരിമിതിയാണ്. ഇപ്പോൾ ബജറ്റിലുള്ള ഒരു പ്രപ്പോസല് 3 മാസത്തെ കുടിശ്ശിക കൊടുക്കുമെന്നുള്ളതാണ് ക്ഷേമ പെൻഷനുമായിട്ട് വന്നത്. അതിലുള്ള ഗവൺമെന്റിന്റെ പ്രകടന പത്രിക നോക്കുകയാണെങ്കിൽ ഒരു വർധനവ് വേണ്ടി വന്നതായിരുന്നു ഈ സമയമാകുമ്പോഴേക്കും. പക്ഷെ ഏകദേശം ഒരു 2500 കോടിയിൽ അധികം ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെന്റ് വരും. അപ്പൊ അത് ഗവൺമെന്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ DA അരിയർ ഉണ്ട്, അതേപോലെ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അരിയർ ഉണ്ട്, കുടിശ്ശിക. അപ്പൊ അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാവുന്ന ആ കമ്മിറ്റ്മെന്റ് മേ ബി ഒരു 1.5 years ആ ടൈം കൊണ്ട് തീർക്കാം എന്നുള്ളതായിരിക്കും ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. കാരണം ഇത് നമ്മൾക്ക് പലപ്പോഴും ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോൾ വേറൊരു കമ്മിറ്റ്മെന്റ് ആണ് വയനാട് ലാൻഡ് സ്ലൈഡുമായിട്ട് 750 കോടിയുടെ ഒരു അലോക്കേഷൻ ഈ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നു.
അതെല്ലാം ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ വരികയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്ക് അറിയാം, നമ്മൾ പല പ്രപ്പോസലുകളും നോക്കിയാൽ ഇപ്പോൾ തന്നെ ഞാൻ ചെറിയൊരു ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 4 വർഷം കൊണ്ട് വളരെയധികം വളർച്ച സംഭവിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ. ഉദാഹരണത്തിന് 33,000 കോടിയിലധികമാണ് 4 വർഷത്തെ ക്ഷേമ പെൻഷൻ. അതേ സ്ഥിതിയിൽ അതിന് മുമ്പുള്ള 5 വർഷത്തെ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ 35,000 കോടിയായിരുന്നു ആകെ 5 വർഷം കൊണ്ട്. അപ്പൊ ഈ 4 വർഷം കൊണ്ട് തന്നെ ആൾറെഡി 33,000 കോടിയിലധികം കൊടുക്കേണ്ടി വന്നു. ഇത് തന്നെ 2011-16 കാലയളവാണെങ്കിൽ 10,700 കോടി രൂപ. അപ്പൊ നോക്കൂ ആ വളർച്ച എത്രത്തോളമാണ്. അതിനനുസരിച്ച് എക്കോണമി വളരുകയും നമ്മുടെ ടാക്സിങ് റവന്യൂ, എസ്പെഷ്യലി സ്റ്റേറ്റ് ഓൺ റവന്യൂ വർദ്ധിക്കുകയാണെങ്കിൽ ബജറ്റ്, ഞാൻ വിദ്യാർത്ഥികളോട് എപ്പോഴും പറയുന്നതാണ്, ഇറ്റ്സ് ഓവറോൾ ഹൗ ഫണ്ട്സ് കം ആൻഡ് ഹൗ ഫണ്ട്സ് ഗോ. ആ ഒരു ഇതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് സത്യത്തിൽ. അതിന് എത്രത്തോളം വെൽഫെയർ ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഡോക്ടർ മുനിബാബു, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, ഇന്നിപ്പം പ്രതിപക്ഷം ഈ ബജറ്റ് വന്നതിന്റെ തൊട്ടു പുറകെ പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കൃത്യമായി പ്രതിഫലിപ്പിക്കാത്ത ഒരു ബജറ്റാണ് എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ കുടിശ്ശികയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നു. ഇപ്പോൾ ആരോഗ്യ വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുടിശ്ശികയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സിവിൽ സപ്ലൈസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുടിശ്ശികയുണ്ട്, ക്ഷേമ പെൻഷനിൽ കുടിശ്ശികയുണ്ട്, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കുടിശ്ശികയുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള കണക്കുകൾ അവിടെ പെൻഡിങ് ആയി നിൽക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഒന്നും കണക്കിലെടുക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിലാണ് ഞാൻ ചോദിക്കുന്നത്, അത് കണക്കിലെടുക്കുമ്പോൾ എത്രത്തോളം റിയലിസ്റ്റിക് ആണ് ഈ ബജറ്റ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ഒരു ബേസിൽ തന്നെ ഞാൻ പറഞ്ഞത്, നമ്മൾ ആ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ പക്ഷെ അതിന്റെ സാമ്പത്തിക വശം നോക്കുകയാണെങ്കിൽ എല്ലാ ഗവൺമെന്റിന്റെ കാലങ്ങളിലും കുടിശ്ശിക ഉണ്ടായി. നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ ആ ഒരു ചരിത്രത്തിന്റെ ഇതിലേക്കാണ് ഞാൻ ഇപ്പൊ ഈവൻ 2014 കഴിഞ്ഞ് 16 വരുമ്പോൾ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഈവൻ ക്ഷേമ പെൻഷൻ എത്രയായിരുന്നു നിങ്ങൾക്കറിയാം, അതിന്റെ വളർച്ച വരുന്നത്. അപ്പൊ ഗവൺമെന്റ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുകയാണ്, ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എടുക്കുകയാണ്. അത് എത്രത്തോളം ഗവൺമെന്റിന് പ്രാപ്തിയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പരിമിതിക്ക് നിന്നുകൊണ്ടുള്ള ഒരു ഇത്. ഇപ്പോൾ നിങ്ങളൊരു വെൽഫെയർ പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഒരു ഭവന പ്രൊജക്ടുകൾ, ലൈഫ് പ്രൊജക്ട് അല്ലെ, അപ്പോൾ ഇത് ഒരുപാട് അലോക്കേഷൻ, ഒരുപാട് വലിയൊരു എമൗണ്ട് തന്നെ അലോക്കേഷൻ വരുന്ന, അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പല ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. ഈവൻ PhD സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പ് പോലും കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അതിലൊക്കെ ചെറിയൊരു അലോക്കേഷൻ ആണെങ്കിലും ഞാൻ അതൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഒരു 20 കോടി ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള അലോക്കേഷൻ കൊടുത്തു. അതുപോലെ തന്നെ പ്രാരംഭ നടപടികൾ തുടങ്ങാനായിട്ട് മെട്രോ പ്രൊജക്ടുകൾ, 2 മെട്രോ പ്രൊജക്ട് പ്രാരംഭ, ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ച്വലി. ഓക്കെ, അതേപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ IT പാർക്ക് കൊണ്ടുവരുന്ന കൊല്ലം ഒരു IT പാർക്ക്. ഇങ്ങനെ അതേപോലെ പരാമർശിക്കാൻ വിട്ടുപോയതാണ് സ്റ്റാർട്ടപ്സുകൾക്കുള്ള ഇൻസെന്റീവ്സ്. പുതിയ സ്റ്റാർട്ടപ്സുകൾക്കും അവർ തന്നെ തൊഴിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ അവർക്ക് 5% പലിശ നിരക്കിലുള്ള വായ്പകളും. അപ്പൊ 5% പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഈസ് സബ്സിഡൈസിങ് ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പൊ അത് ഒക്കെ ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള, അപ്പോ ഇത് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്ന ബജറ്റാണെന്ന് ഒറ്റ വാക്കിൽ പറയാനാണ്. റൈറ്റ്. KG ജേക്കബ്, ഇത് ഒരു ഇലക്ഷൻ ഇയറിലേക്കാണ് ഗവൺമെന്റ് കടക്കുന്നത്. ഗവൺമെന്റിന്റെ മുമ്പിൽ അതുണ്ട്. വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഈ പറയുന്ന പല കുടിശ്ശികളുടെയും പേരിൽ ഗവൺമെന്റ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇലക്ഷൻ ഇയർ ബജറ്റ് എന്നുള്ള നിലയിൽ ഇതിനെ കാണാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, നമുക്ക് തൊട്ട് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ബജറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി എന്ന പ്രഖ്യാപനമുള്ള ഒരു ബജറ്റ്, അതിന്റെ ഒരു ഹൈപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഇലക്ഷൻ ഇയർ ബജറ്റായിട്ട് കാണാൻ പറ്റുമോ? ധനകാര്യമന്ത്രിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് അടുത്ത വർഷവും ഒരു ഇലക്ഷൻ ബഡ്ജറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കണം. അദ്ദേഹം എപ്പോഴും ഒരേ തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള സാധ്യതയുള്ളൂ. അദ്ദേഹം യാഥാർത്ഥ്യബോധത്തിലും കിട്ടാവുന്ന പൈസയും കയ്യിലുള്ള പൈസയും വെച്ചിട്ടുള്ള കളിയെ അദ്ദേഹം കളിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇപ്പം നമുക്ക് ഡോക്ടർ ഐസക്കിനെ കണ്ട് ശീലമുള്ളത് കൊണ്ടാണ്. കാരണം ഐസക്ക് വേറൊരു ഗെയിം കളിക്കുന്ന ആളാണ്. കാരണം ഐസക്കിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ലാർജർ പിക്ചറാണ്. അത് കുറച്ചുകൂടെ ഇമാജിനേഷൻ കൂടി കലർത്തിയിട്ടുള്ള ഒരു സൊസൈറ്റി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള ആഗ്രഹം, നമ്മുടെ ഭരണഘടനയൊക്കെ പോലെ കുറച്ച് ആഗ്രഹം കൂടെ കലർത്തിയാണ് ഡോക്ടർ ഐസക്ക്
ബഡ്ജറ്റ് അവതരിപ്പിക്കുക. പോയാൽ നല്ലത്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. ശ്രീ ബാലഗോപാലിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സാധ്യത പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുക, അതായത് ഇപ്പോൾ പ്രഖ്യാപിച്ച 1600 കൊടുക്കുക. എനിക്ക് തോന്നുന്നു അടുത്ത ബഡ്ജറ്റിൽ ചിലപ്പോൾ 2000 വല്ലതും ആക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് സർക്കാർ ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്ത് ഭീകരമായിട്ടുള്ള സാമ്പത്തിക ഡിസ്ക്രിമിനേഷനാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ഈ ഗുസ്തികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡോക്ടർ മുനീർ ബാബു തന്നെ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന പോലെ 3.9% കേന്ദ്രത്തിൻ്റെ ഡിവൈസീവ് പൂളിൽ നിന്ന് സംസ്ഥാനത്ത് കിട്ടിക്കൊണ്ടിരുന്നത് 1.9 ആവുക. ഞാനിപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കഴിഞ്ഞ വർഷം കിട്ടി 27,000 കോടി രൂപ എന്നുള്ളത് കഴിഞ്ഞ വർഷമായിട്ട് 12,000 കോടി രൂപയാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 60% കുറയുക. ഒരു വർഷം കൊണ്ടുള്ള കുറവാണ്. കേരളം പോലും ചെറിയ സംസ്ഥാനത്തിനുണ്ടാകുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് ധാരാളം പൈസ പെൻഡിങ് കൊടുക്കാനുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് പൈസ പെൻഡിങ് കൊടുക്കാനുണ്ട്. മറ്റേ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പൈസ ധാരാളം കൂടെ. സത്യത്തിൽ പണച്ചുരുക്കം ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്ത വകുപ്പുകളിൽ ഒന്നും ആരോഗ്യ വകുപ്പ്. അതിൽ സർക്കാർ കുറച്ചുകൂടെ പണം കണ്ടെത്തേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുള്ള അഭിപ്രായം എനിക്കുണ്ട്. അത് ഒഴികെ ഇപ്പം ആരോഗ്യ വകുപ്പിൽ എനിക്ക് തോന്നുന്നു ഉച്ചക്കഞ്ഞിക്കുള്ള പണം എനിക്ക് തോന്നുന്നത് ധാരാളം പെൻഡിങ് ഉണ്ടെന്ന് മാത്രമല്ല, പല സ്കൂളുകളിലും പല അധ്യാപകരും അവരുടെ കയ്യിൽ നിന്ന് പണമെട്ടും പോക്കറ്റ് കടം വാങ്ങിയിട്ടൊക്കെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതൊന്നും ഒരു സുഖകരമായ കാര്യമല്ല. അതൊക്കെ സർക്കാർ അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മളപ്പോൾ അതിൽ എന്തുകൊണ്ടത് മുമ്പോട്ട് കൊണ്ടുപോകാൻ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ധനകാര്യമന്ത്രിയുടെ മുമ്പിലുള്ള ചോദ്യം എന്നുള്ളത്, ഇത് ഈ എല്ലാ കുടിശ്ശികകളും കൊടുത്ത് തീർത്തിട്ട് ഇപ്പം ആ വയറുകളൊക്കെ നിറഞ്ഞിട്ട് ഇനി ചെറുപ്പക്കാരുടെ കാര്യം നോക്കിയാൽ മതിയെന്ന് നോക്കുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ നടന്നു പോകട്ടെ. പക്ഷെ തൊഴിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് സർക്കാർ തന്നെ നടത്തേണ്ടതുണ്ട്. അത് വേറെ ആരും നടത്തില്ല. അതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് നടത്താം എന്ന് സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ അകത്തു നിന്നും മനസ്സിലാക്കിയെടുക്കുന്നത്. അതല്ല എങ്കിൽ സർക്കാരിന് ഈ പറയപ്പെടുന്ന പല പ്രോജക്റ്റുകൾ ഒഴിവാക്കിയാൽ ആരും അറിയാൻ വേണ്ടി പോകുന്നില്ല. ലൈഫ് മിഷന് വേണ്ടി 1,100 കോടി രൂപ മറ്റാണ് മാറ്റി വെച്ചിരിക്കുന്നത്. കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ദാറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. 1,00,000 വീടുകൾ അതോടുകൂടി തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നപ്പോഴത്തേക്ക് സർക്കാർ ഏകദേശം 6,00,000 വീടുകളോളം ആയി. ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം 6,00,000 വീടുകളോളം ഏകദേശം പണി തീർത്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ അമ്മാതിരിയുള്ള വീടുകൾ പണിതിട്ടുണ്ടാവും എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പം ഉള്ളത് കൺസോളിഡേറ്റ് ചെയ്യുക, പിന്നെ ഫ്യൂച്ചറിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു ധാരണയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇലക്ഷൻ ഉണ്ട്, ഇലക്ഷൻ നിങ്ങൾ രാഷ്ട്രീയം വോട്ട് ചെയ്യുക. അത് സർക്കാർ എന്തെങ്കിലും പൈസ വന്നിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നരേന്ദ്രമോദിക്കോ കേന്ദ്ര സർക്കാരിന് പല ആനുകൂല്യങ്ങളുണ്ട്. അവർക്ക് ഇപ്പം കഴിഞ്ഞ വർഷം 2019 ഇലക്ഷൻ സമയത്താണ്, ഇലക്ഷൻ തൊട്ട് മുമ്പാണ് PM കർഷക നിധി എന്ന് പറഞ്ഞിട്ട് കർഷകർക്ക് നേരിട്ട് പൈസ കൊടുക്കുന്ന പോലത്തെ പരിപാടി. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ബാലഗോപാലും മന്ത്രിസ്ഥാനത്ത് മാറിയാൽ അതല്ലാതെ വേറൊരാളത് ചെയ്യുമെന്നുള്ളത് തോന്നുന്നത് എനിക്ക്. ജേക്കബ്, അവിടെ ഞാനൊരു കാര്യം ചോദിച്ചു. ധനമന്ത്രി വളരെ എന്താ പറയുക, കൺസർവേറ്റീവ് ആണ്. കിട്ടുന്ന പൈസക്ക് അനുസരിച്ച് ചെലവിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ആളാണ്. കുടിശ്ശിക കൊടുത്തതിന് ശേഷം വർദ്ധിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളാണ്. അതൊക്കെ ശരിയായിരിക്കെ തന്നെ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ കാര്യം പറഞ്ഞു. 3% വരെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആവാം എന്ന് പറഞ്ഞത് അത് 2.97 നിർത്തണം എന്ന വാശി കാണിക്കുന്ന, ഒരു തരത്തിലും എന്താ പറയാ, ഒരു സ്റ്റെപ്പ് പോലും കവച്ചു വെക്കില്ല എന്നുള്ള മട്ടിലുള്ളൊരു ഈ കൺസർവേറ്റീവ് ഫാനറ്റിസിസം ഉണ്ടോ? അത് കൺസർവേറ്റീവിന്റെ പ്രശ്നമല്ല. അതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. അത് ഇപ്പോൾ ഞാൻ പറയാം, ഡോക്ടർ ഐസക്കിനാണെങ്കിൽ ഇവിടെ കിടന്ന് ഡോക്ടർ ഐസക്കിന്റെ സാമ്പത്തിക ആശയങ്ങളെ കുറിച്ച് എന്തുമാത്രം ആളുകൾ ചീത്ത വിളിക്കുന്നു. അദ്ദേഹം അതിനകത്ത് കടുകിട മാറിയിട്ടില്ല. ബാലഗോപാലിന് അതിന് വാക്കുകൾ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പെർഫോമൻസിൽ തന്നെ കാണിച്ചേ പറ്റും. കേരളം എന്ത് ധാരണ ഇപ്പം നമ്മളിപ്പം എല്ലാവരും സമ്മതിക്കുന്നു, തോന്നും പോലെ കേരളത്തിൽ കടമെടുക്കാൻ പറ്റില്ല. കടമെടുക്കാൻ എത്ര പറ്റും എന്നുള്ള കാര്യത്തിൽ നിയമപരമായ നിബന്ധന കേന്ദ്ര സർക്കാർ അതിൽ മുറുകെ പിടിക്കുന്നു. അതിൽ ബഡ്ജറ്റ് വേറെയും ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കുന്നത് എല്ലാം കൂടെ കൂടിയിട്ട്
3% താഴെ, സോവറിൻ ഗ്യാരണ്ടിയുള്ള മുഴുവൻ കടങ്ങളും 3% താഴെ നീക്കണം എന്നുള്ള നിയമമാണല്ലോ. ആ നിയമത്തിൻ്റെ അകത്ത് നിന്നല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കേന്ദ്ര സർക്കാർ അതിൻ്റെ അകത്ത് 1% പോലും ഇളവില്ലാതെ അത് എങ്ങനെയൊക്കെ കേരളത്തെ കഴുത്തിന് കുത്തിപ്പിടിക്കാവോ അങ്ങനെയൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പം 3% താഴെയാണ് നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ലിമിറ്റിൻ്റെ അകത്ത് നിന്നാണ് കേരളം കടമെടുക്കുന്നത് എന്ന് എത്ര പേര് സമ്മതിക്കും രാജീവ്? ഇനിയും എത്ര പേര് സമ്മതിക്കും? നമ്മൾ ഇന്നിപ്പോൾ നാളെ തുടങ്ങി ഇന്ന് ഞാൻ എഴുതാൻ വായിക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ പറയുന്നത് കേരളം കടത്തിൽ നിന്നുമാണ്, കേരളം ശ്രീലങ്ക ആണെന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം മലയാളം ഇംഗ്ലീഷൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഇവർ ഈ പറച്ചിലല്ലാതെ ഇവരാരെങ്കിലും ഈ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷം 3.5% നമുക്ക് അനുവദിച്ചപ്പോൾ അതിൽ താഴെയായിരുന്നു, നമ്മൾ 3.4% മറ്റായിരുന്നു നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പോഴും ഈ കഴിഞ്ഞ ഒരു കൊല്ലം മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കേരളം കടത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്നത്, കേരളം ശ്രീലങ്ക ആകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അസംബന്ധം ഇങ്ങനെ മഴ പോലെ വരുമ്പം, മഴ പോലെയല്ല കടൽ പോലെ വരുമ്പം, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ബാലഗോപാലിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം കുറേ കാര്യങ്ങൾ കുടിശ്ശിയുണ്ട്. ഈ കുടിശ്ശിയുള്ള കാര്യങ്ങളൊക്കെ കുറേ കൊടുത്തും കുറേ കൊടുക്കാതെയൊക്കെ അങ്ങനെ പോകും. അതേസമയം നമ്മൾ ഫ്യൂച്ചറിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടപ്പാക്കുകയും ചെയ്യണം. അത് അങ്ങനത്തെ ഒരു ഐഡിയ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അപ്പം സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിച്ച് കുറച്ചുകൂടെയൊക്കെ അറ്റ്ലീസ്റ്റ് ആ 3%, ഒരു 3.25% പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3.25% ആയെന്ന് കൂട്ടിക്കോ. അപ്പം നേരെ കേന്ദ്ര സർക്കാർ ആ പൈസ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു ചോദ്യവും പറച്ചിലും ഇല്ല. നമുക്ക് കിട്ടാനുള്ള കഴിഞ്ഞ വർഷത്തെ രാജീവിന് ഓർമ്മയില്ല, കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിലാണ് എനിക്ക് തോന്നുന്നത്, അതെ ഫെബ്രുവരിയിലാണ് തരാനുള്ള പൈസ തരാൻ വേണ്ടിയിട്ട് കോടതി പോകേണ്ടി വന്നു. കേസ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ കേസ് പിൻവലിച്ചാൽ പൈസ തരാം എന്നുള്ള മട്ടിലായി. അപ്പോഴാണ് പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞ കണ്ണുരുട്ടി കാണിച്ചത്, നിങ്ങൾ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വർത്തമാനം പറയാൻ വേണ്ടി പറഞ്ഞത്. അപ്പം ഇങ്ങനെ എവിടെയാണ് സംസ്ഥാനം ഒരു സ്ലിപ്പ് വരുത്തുന്നത് നോക്കി ശ്രദ്ധിച്ച് അപ്പോൾ മൊത്തം കഴുത്തിന് പിടിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഉള്ളപ്പം ധനകാര്യമന്ത്രി ഇത്തിരി കോഷ്യസായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് പക്ഷേ സെൻസിബിളാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴും മുമ്പോട്ട് പോകാനുള്ള കേരളം ഇപ്പം ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് ശരിക്കും പറയാൻ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ടൈമാണ്. നമ്മൾ വരുന്നു, നാട്ടിൽ നല്ല റോഡുകൾ വരുന്നു, ഇതൊക്കെ 4 എയർപോർട്ടുകളുണ്ട്. നമ്മളിത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാമതാകുന്നതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ വ്യവസായ രംഗത്ത് വളരെയധികം ചലനങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പുഷ് ചെയ്യാനുള്ള വലിയ ശ്രമം ഞാൻ ഈ ബഡ്ജറ്റിൽ കാണുന്നുണ്ട്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോമിസിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പ്രായമായവർക്ക് വേണ്ടെന്ന് വെച്ചാൽ പ്രായമായവരോടൊക്കെ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തരും, കൂടുതൽ തരാനുള്ള അവസ്ഥ ഇപ്പോഴും ഇല്ല. പിള്ളേർ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ അടുത്ത് വല്ലതും പിരിച്ചു തരാമെന്നുള്ള മട്ടാണ് എന്നെനിക്ക് തോന്നുന്നു. അതുമാണ് നമ്മൾ എസെൻഷ്യലി ഇതിൻ്റെ അകത്തുനിന്ന് വരാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇപ്പം ക്ഷേമ പെൻഷൻ അവസാനമായിട്ടൊരു രണ്ട് കാര്യം. ഒന്ന്, ഈ ടൂറിസം സെക്ടറിന് ഒരു കൂടുതൽ പുഷ് കൊടുക്കാൻ കേരളം ഉദ്ദേശിക്കുന്നുണ്ട്. ആ ട്രാക്കിലേക്കാണോ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ദേശീയപാത വികസനമൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഒരു അവസരം ഉണ്ടാവുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ബജറ്റിൽ മുമ്പിൽ കാണുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അധിക വിഭവ സമാഹരണം, ഭൂനികുതി കൂട്ടി, പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ടാക്സ് കൂട്ടി, പിന്നെ അങ്ങനെ കോടതി ഫീസ് കൂട്ടി, അങ്ങനെ പലതും ചെറിയ ചെറിയ കൂട്ടൽ വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതാ ജനങ്ങളുടെ മേൽ ഭാരം ഏൽപ്പിക്കുന്നേ എന്ന വിമർശനം ഉയരാൻ ഒരു സാധ്യത അവിടെ ഉണ്ട്. ഒരു ഇലക്ഷൻ ഇയർ ആണ്. ഇതിൻ്റെ അകത്ത് കൂട്ടരുതായിരുന്നു എന്നെനിക്ക് തോന്നിയ ഒരു നികുതി എന്നുള്ളത് ഈ ടൂറിസ്റ്റ് കാരിയേജുകൾക്കുള്ള നികുതിയാണ്. അത് പിൻവലിക്കണമെന്ന് ഞാൻ ഇപ്പോഴും ആവശ്യപ്പെടും. കാരണം കേരളം ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു സംസ്ഥാനമാണ് എന്ന് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് ഇപ്പോഴോടുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് കൂടുതൽ നികുതി പിരിച്ചല്ല സംസ്ഥാനം കൂടുതൽ വരുമാനം ഉണ്ടാക്കേണ്ടത്. കൂടുതൽ ബസ്സുകൾ ആ രംഗത്തേക്ക് വന്നിട്ട് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിച്ചിട്ടാണ് ഇതിലേക്ക് വരേണ്ടത്. ഇത് പെട്രോൾ സെസ് കൂട്ടിയപ്പോഴും സർക്കാരിനത് ബോധ്യമാകേണ്ടതാണ്. കാരണം പെട്രോളിൻ്റെ സെസ് കൂട്ടുമ്പം പെട്രോളിൻ്റെ വില കൂടുന്ന സംസ്ഥാന സർക്കാരിന് വരുമാനം കൂടില്ല. കാരണം ഇപ്പോൾ എനിക്ക് നല്ലപോലെ അറിയാവുന്നതാണ്, ഇപ്പോൾ ശബരിമലയ്ക്ക് വരുന്ന ആളുകൾ തമിഴ്നാട്ടിലെ പെട്രോളിനേക്കാളും വില കൂടുതൽ കേരളത്തിലാണെങ്കിൽ അവർ തമിഴ്നാട്ടിലെ അവസാനത്തെ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ശബരിമലയ്ക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് അടിച്ചിട്ട് തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള അവസാനത്തെ എനിക്ക് നഷ്ടപ്പെടും. അത് ഒരു സമയത്ത് ഒരു 10-12 വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ ടാക്സ് കുറവായിരുന്നു, വില കുറവായിരുന്നു. അപ്പം കേരളത്തിലെത്തിക്കഴിഞ്ഞിട്ട് അവർ ടൂറിസ്റ്റ് അവർ പെട്രോൾ അടിക്കുകയും തിരിച്ചു പോകുമ്പോൾ കേരളത്തിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് തമിഴ്നാട്ടിലേക്ക്
പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പം നിങ്ങൾ കൂടുതൽ ബിസിനസ് അകത്തോട്ട് വരാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ടൂറിസം ഏതെങ്കിലും തരത്തിലുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റിയെ കൂടുതൽ ടാക്സ് ചെയ്യുക എന്നുള്ളത് മണ്ടത്തരാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ആ പ്രപ്പോസൽ പിൻവലിക്കണം എന്ന് എനിക്കൊരാവശ്യമുണ്ട്. അതേസമയം ഭൂനികുതി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ അതിന് എക്കണോമിസ്റ്റുകൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഇംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ഭൂനികുതി കൊടുക്കുക, അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും ചെറിയ പൈസ, 30 രൂപ കൊടുക്കുക എന്നുള്ളത് 45 രൂപ എന്ന് പറഞ്ഞാൽ തലപോകുന്ന കേസൊന്നുമല്ല. കോർട്ട് സ്റ്റാമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അത് ചില കേസുകളിൽ ഒരു കാരണവശാലും കൂട്ടാൻ പാടില്ലാത്ത ചില പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വർധനമുണ്ടായിരുന്നു. അത് ധാരാളം കേസ്, അതായത് സ്ത്രീകൾക്ക് ഒരു കേസുമായി മുമ്പോട്ട് ഒരു കേസ് കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഫീസ് കൂടുക. അവരെ സംബന്ധിച്ച് 100 രൂപ എന്നുള്ളത് 150 രൂപ ആയാലും അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. നഗരത്തിൽ 30 രൂപ 6.5 സെൻറ്റ് സ്ഥലമുള്ള മനുഷ്യന് 40 രൂപ എന്നുള്ളത് 60 രൂപ എന്നുള്ളതല്ല പ്രശ്നം. അപ്പോൾ അതേസമയം ഒരു കേസുമായി പോകണമെങ്കിൽ ഒരു പീഡന കേസുമായിട്ട്, അതല്ലെങ്കിൽ ഒരു ഹാരസ്മെൻറ്റ് കേസ് കൊണ്ടു കൊടുക്കണമെങ്കിൽ, കോടതിയെ നേരിട്ട് സമീപിക്കണമെങ്കിൽ ആ പൈസ കൂട്ടുക എന്നുള്ളത് ശരിയായ കാര്യമായിരിക്കും. അത് ചിലപ്പോഴും അത് വക്കീലന്മാർ അതിനെക്കുറിച്ച് കൺസേൺ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അതിൽ ഈ ബാക്കിയുള്ള നിരക്ക് നികുതി കൂട്ടാതെ ഒന്നും സർക്കാരിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നികുതി കൂട്ടുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ സർക്കാരിൻ്റെ ഉദ്ദേശം നികുതി ഇപ്പോൾ സിഗരറ്റിൻ്റെ നികുതി കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസംഷൻ കുറയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഏതായാലും ടൂറിസ്റ്റ് ബസ്സിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശമാകാനുള്ള ഒരു സാധ്യതയില്ല. അപ്പം സർക്കാർ ശ്രമിക്കേണ്ടത് ടൂറിസ്റ്റ് ബസ്സുകൾ കൂടുതൽ വരാനും, അപ്പം ടൂറിസ്റ്റ് ബസ്സുകൾ കേരളം ഇപ്പം തന്നെ ഒരു ഹൈ കോസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പം ഈ ടൂറിസ്റ്റ് ബസ് ഇതോടുകൂടി എന്ത് സംഭവിക്കും? ടൂറിസ്റ്റ് ബസ്സുകൾ ഓടിക്കുക എന്നുള്ളത് ലാഭകരമല്ലാത്തൊരു ബിസിനസ് ആവുകയായി മാറുകയാണെങ്കിൽ ആളുകൾ ഇതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ വീണ്ടും ഉള്ള വണ്ടികൾക്ക് റേറ്റ് കൂടും. കേരളം അല്ലാതെ വേറെ ഓപ്ഷൻസിലേക്ക് മനുഷ്യർ പോകും. അതിന് പകരം ഞാൻ ആദ്യം അദ്ദേഹം പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ കേട്ടത് റേഷണലൈസ് ചെയ്യുന്നു ടുവേർഡ്സ് ലോവർ സൈഡ്. ഇപ്പോൾ കണക്കൂട്ടിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്ന ആൾക്ക് ഒരു 3 മാസത്തെ ടാക്സിൽ ഒരു 1000 രൂപ കുറവുണ്ടെങ്കിൽ ഹി വിൽ ഫീൽ മോർ കോൺഫിഡൻറ്റ്. അതേസമയം അയാൾക്ക് 1000 രൂപ വീണ്ടും ആണെങ്കിൽ അയാൾ ചക്രശ്വാസം വലിച്ചു പോകും. അത് സർക്കാർ അങ്ങനെയല്ല ചെയ്യേണ്ടതിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം നികുതി നിർദ്ദേശങ്ങൾ ഒട്ടും ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടൂറിസം രംഗത്ത് എനിക്ക് തോന്നുന്നു വേണ്ടത്ര ഫോക്കസ് ഇപ്പോഴും വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പം ഉദാഹരണത്തിന് കൊച്ചി ധനുഷ്കോടി ഹൈവേയിൽ കേരളം തുടങ്ങി കൊച്ചി തുടങ്ങി മൂന്നാർ വരെയുള്ള റോഡ് സംസ്ഥാന സർക്കാരും കൂടെ വലിയ തോതിൽ ഇരിക്കുന്ന സംസ്ഥാന സർക്കാർ അതിൻ്റെ സ്ഥലമെടുപ്പിന് വേണ്ടി തന്നെ 2-3 ആയിരം കോടി രൂപ ചിലവാക്കി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ പണിതുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൂന്നാർ ആ ഹൈ റേഞ്ച് ഏരിയ മുഴുവൻ വളരെ പെട്ടെന്ന് ആക്സസിബിൾ ആവും. ഇപ്പോൾ പോകുന്നത് വളരെ ചെറിയൊരു റോഡാണ്. ആ റോഡ് ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത സാമ്പത്തിക വർഷത്തോടു കൂടി ആ റോഡ് ഒരു ഒന്നാം തരം റോഡായി മാറും. ആ റോഡാവുന്നതോടെ മൂന്നാർ ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ആക്സസിബിൾ ആവുന്ന ഒരു സ്ഥലമാവുകയാണ്. അപ്പോൾ ആ ഏരിയ മുഴുവൻ വലിയ ടൂറിസ്റ്റ് പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങളാണ്. അപ്പം അവിടെ മൂന്നാറിലൊക്കെ ഇപ്പോഴുള്ള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ പത്തറ്റിക്കാണ്. ഇപ്പം നമ്മൾ മൂന്നാറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാവുന്ന റൂമുകൾ, സേഫായിട്ടുള്ള റൂമുകൾ, ഒരു ഇൻ്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷനെ പറ്റിയ തരത്തിലൊന്നും അവിടെ ഇല്ല. ഒരു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഈ ബഡ്ജറ്റിൽ കണ്ടില്ല. ടൂറിസത്തെ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നല്ല കണ്ടത്. അതുകൊണ്ട് എവിടെയാണ് പണം സർക്കാർ അതിലോട്ട് മാറ്റി ജനറലി വെച്ച് കഴിയുന്ന പണം അതുകൊണ്ട് വെച്ചുകൊണ്ടാവുന്നുള്ളതല്ലാതെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ടതിനകത്ത് ഞാൻ കണ്ടില്ല. റൈറ്റ്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, കെ.എൻ. ബാലഗോപാലിൻ്റെ ഈ ബജറ്റ് ഒരു ഇലക്ഷനെ മുന്നിൽ കണ്ടിട്ടുള്ള ബജറ്റാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. 2 ഇലക്ഷനാണ് ഒരുപക്ഷെ ധനമന്ത്രിയുടെ ഈ സർക്കാരും സർക്കാരിനെ നയിക്കുന്ന മുന്നണിയും ഒക്കെ ഇനി നേരിടാൻ പോകുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പുള്ള അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായിരിക്കും ഇത്. അത് വെച്ചിട്ടുള്ളൊരു ബജറ്റാണ് ധനമന്ത്രി ബാലഗോപാലിൻ്റെ ബജറ്റ് എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. അതേസമയം ഏതൊക്കെയോ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം ധനമന്ത്രിക്കുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ നമുക്ക് ബോധ്യമായ കാര്യമാണ്. അത് ഈ ബജറ്റിലും നമ്മളെ അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് മതിയാകുമോ? അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പാകത്തിലുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള അവസരങ്ങൾ ഈ ബജറ്റിൽ പല നിർദ്ദേശങ്ങളും ആ അവസരങ്ങൾ തുറന്നിടുന്നുണ്ട്. അത് ഉപയോഗിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. എന്തായാലും വളരെ നന്ദി കെ.ജെ. ജേക്കബ് ഒപ്പം
ഡോക്ടർ എം മുനീർ ബാബു ഈ ചെറിയ ഡിസ്കഷനിൽ പങ്കെടുത്തതിന്. ഈ സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. മറ്റു വിഷയവുമായി വീണ്ടും കാണാം.